കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. നിങ്ങൾക്കറിയാം, പ്രബല ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസ് നയിക്കുന്ന UDF, ഇപ്പുറത്ത് CPM നയിക്കുന്ന LDF, ഇൻ ബിറ്റ്വീൻ റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ ഭാഗമായ BJP, NDA. അതിനകത്ത് ഒരാളുടെ വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു എളിയ ഉപദേശം, നമ്മൾ ഒരു കാരണവശാലും മതഭീകരവാദികൾക്ക് പിടികൊടുക്കുന്ന, അവരെ തലോടുന്ന പൊളിറ്റിക്സിന് ഭാഗമായി നിൽക്കുന്നവരെ വിജയിപ്പിക്കരുത്. കാരണം അവരുടെ നിലപാടാണ് ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ഡേഞ്ചറായി. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ഇനിയും വരാനുള്ള വർഷങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ തീർത്തും പറയാം. അതേപോലെയുള്ളൊരു കടന്നുകയറ്റം കേരളത്തില് ഇസ്ലാമിക മത തീവ്രവാദികൾ ശക്തമായിട്ട് ചെയ്യുന്നുണ്ടത്. ഈ സ്കൂളിലെ എറണാകുളത്തെ ജില്ലയിലെ ഒരു സ്കൂളിൽ നടന്ന ഒരു കുട്ടിയുടെ സ്കാഫുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒന്നും അല്ല. ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ഇഷ്യൂ ആണ്. ഇവരുടെ ലക്ഷ്യമുണ്ട്, അതാദ്യം മനസ്സിലാക്കണം. ഒരു സാറ്റലൈറ്റ് ചാനലും ഒരു പത്രവും കൂടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന കൂട്ടര് ഏറ്റവും ഡേഞ്ചറാണ്. അവരുമായിട്ട് UDF അലയൻസ് പാർട്ട്ണറാണ്. അവിടെ വോട്ട് ചെയ്യാൻ പോകുന്ന, അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിംസും, നിങ്ങൾ ആലോചിക്കണം. ഈ പാർട്ട്ണർഷിപ്പ് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ജമാഅത്തിൻ്റെയും SDPI, അത് പരോക്ഷമായും പ്രത്യക്ഷമായും ഇവരൊരു അലയൻസ് പാർട്ട്ണറായിട്ട് നിന്ന്, അതായത് കേരളത്തിൽ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് മുമ്പുള്ള സെമി ഫൈനൽ ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുമ്പോൾ എന്താണ് അടുത്ത ഫോർമേഷൻ എന്താണെന്ന് ആലോചിച്ചോണം. ഏതെങ്കിലും രീതിയിൽ എങ്ങനെയും പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായി കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി, കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്, അതായത് ജനാധിപത്യ ഇന്ത്യയുടെ ഭാഗമായ കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് ജമാഅത്ത് ഇസ്ലാമി. നിങ്ങളത് മറക്കരുത്. ഇത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞ, ഞാൻ വെൽ സ്റ്റഡീഡ് ആയി ടോപ്പിക്ക്. അവരുടെ അത്രയും ഈ പറയുന്ന അവരുടെ അത്രയും വർഗീയത ഈ ഇന്ത്യയിൽ ആർക്കും കാണില്ല. അത്ര രീതിയിലുള്ള വർഗീയതയാണ് കുത്തിവെക്കുന്നത്. അവരുമായിട്ട് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്, ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കള്, ഈ ജമാഅത്തിയുടെ ആൾക്കാർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പോവുകയാണ്. പരസ്യമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സപ്പോർട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. കൂടെ SDPI. കുന്തിരിക്കവും സംഭവവും മലരും ഒന്നും മറക്കരുത്. എങ്ങോട്ടാ പോക്കെന്ന് മറക്കരുത്. ഡൽഹിയിലുണ്ടായ ബ്ലാസ്റ്റ് മറക്കരുത്. ഫാൽഗാം അറ്റാക്ക് മറക്കരുത്. പുൽവാമ അറ്റാക്ക് മറക്കരുത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്ത ഇസ്ലാമിക തീവ്രവാദികൾ കോൺഗ്രസുമായിട്ട് ഒത്തുചേരുന്നു, മറക്കരുത്. ഞാൻ തമാശയല്ല പറഞ്ഞത്, വളരെ സീരിയസ് ത്രെട്ടാണിത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിനെ ബാധിക്കുന്നത്. കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് എവിടെ പോയാലും ബാധിക്കും. അതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ വലിയ പൊട്ടൻഷ്യലായിട്ട് വലിയ പ്രാധാന്യമില്ല എങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം പിടികിട്ടണം. അതായത് നമ്മളിപ്പം ഇന്ത്യയിലെ BJPയും RSSും ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത്. അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, പല ആൾക്കാരും ജയിലിലായിട്ടുണ്ട്.
ഈ 180 കോടി ഇത്രയും ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇതേപോലെയുള്ള വലിയ ഭൂരിപക്ഷമുള്ള ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽ ഇവിടെ ഇത് മാത്രമല്ല ഇഷ്യൂ, വേറെ ഇഷ്യൂ ഉണ്ട്. അതിനകത്ത് തന്നെ അതിനെ തന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന മറ്റു പല ശക്തികളുണ്ട്. ഈ ബജരാംഗ് ദൾ ആണെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്താണെങ്കിലും RSS ആണെങ്കിലും അതിൻ്റെ അകത്ത് പല അജണ്ടകളുണ്ട്. പക്ഷെ ഇവരൊന്നും തന്നെ പരസ്യമായിട്ട് ഒരു ട്രക്ക് എടുത്തും സൂയിസൈഡ് അറ്റാക്ക് ചെയ്തും ബോംബെടുത്തും പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കാൻ കയറി രണ്ടുപേരെ കഴുത്തറുത്ത് കൊല്ലുന്നവരല്ല. ഇവരുമായിട്ട് ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ഒക്കെ സെറ്റിൽ ചെയ്യാൻ ക്രിസ്ത്യാനികൾക്ക്. പക്ഷെ മത തീവ്രവാദികളോട് ഇഷ്യൂ എങ്ങനെ സെറ്റിൽ ചെയ്യും? കൊല്ലാൻ നിൽക്കുന്നവന്റെ മുമ്പിൽ ആലോചിക്കണം. ഈ രാജ്യത്തിൻ്റെയും ഈ മലയാളികളുടെയും സ്റ്റേറ്റിന് തന്നെ പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ജമാഅത്തെ ഇസ്ലാമി. മറക്കരുത് ഇത്. ഞാൻ വളരെ സ്റ്റഡീഡാണ് ഈ ടോപ്പിക്ക്. ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ഡിസഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നശിപ്പിക്കുമെന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. അതാണ്. അതിൻ്റെ പേരിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിൻ്റെ അലയൻസും ലീഗും എല്ലാം കൂടെ ചേരുമ്പോൾ അടുത്ത പ്രാവശ്യം കേരളത്തിൽ അധികാരത്തിൽ വരണം. അതിനുവേണ്ടിയാണ് നിൽക്കുന്നത്. അതിനെ പാർഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് CPM. ഹമാസിനെ ആവേശോജ്വലമായി സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ കോൺഗ്രസ് പാർട്ടിയും ഈ CPM-ഉം. അതിനെ പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് ഹമാസ് നേതാക്കൾക്ക് ഓൺലൈനിൽ വേദി ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് കേരളത്തിലുള്ളവര്. അത്രയും ക്രൂരത BJP ചെയ്തിട്ടില്ല. അല്ലാതെ ഒരു മനുഷ്യനെ സൂയിസൈഡ് വെച്ച് കൊല്ലുക, നശിപ്പിക്കുക, തീർക്കുക, ഒരു കമ്മ്യൂണിറ്റിയെ തീർക്കുക, അതിൻ്റെ അകത്തുനിന്ന് സ്വർഗം നേടാമെന്ന് പറയുന്നവർക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയും CPM-ഉം വോട്ട് ചോദിക്കുമ്പോൾ ഓരോ മലയാളിയും ചിന്തിക്കണം നാളെ എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന്. അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യം. ഞാൻ അടച്ചാക്ഷേപിക്കുമല്ല ആരെയും. ഇപ്പോൾ പുൽവാമയാണെങ്കിലും ഡൽഹി ബ്ലാസ്റ്റ് ആണെങ്കിലും നരേറ്റീവ്സ് ഉണ്ടാക്കിയിട്ട് അത് ഇലക്ഷൻ്റെ പേരിലാണ് ഉണ്ടാക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗക്കാരുണ്ട്. ഹമാസിനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഹമാസിൻ്റെ നേതാക്കളുടെയൊക്കെ ഫോട്ടോ എടുത്ത് ആനയുടെ പുറത്ത് കയറുന്നവരുണ്ട്. അവരെല്ലാം കൂടെ ഇലക്ഷൻ നിൽക്കുകയാണ്. അവർക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് അവർ അലയൻസ് പാർട്ണറായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന CPM-ന് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ആർക്കാണ് വോട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള പല ഇഷ്യൂസും നമ്മൾക്ക് പറഞ്ഞ് സെറ്റിൽ ചെയ്യാം. അതിന് വഴിയുണ്ട്. പക്ഷെ ഈ തീവ്രവാദത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാ സെറ്റിൽ ചെയ്യുന്നത്? എന്ത് പറഞ്ഞാ മുന്നോട്ട് പോകുന്നത്? എന്താണ് നൈജീരിയയിൽ സംഭവിക്കുന്നത്? അത് കഴിഞ്ഞ് അവസാനം തീവ്രവാദി അടിക്കും. അപ്പൊ അതിന് പോലും ബാലൻസ് ഉണ്ടാകാത്ത രീതിയിൽ കേരളമാക്കി മാറ്റും. BJP ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്നതുകൊണ്ടാണ് ഇത് ഒതുങ്ങി കഴിയുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. മോദിയും BJP ഇന്ത്യയെ ഭരിക്കുന്നതുകൊണ്ടാണ് ഈ ടെററിസവും ഈ സംഭവങ്ങളും ഭയന്നിട്ട് ഇവർ ചെയ്യാതിരിക്കുന്നത്. കോൺഗ്രസ് ഭരിച്ച ഇതിൻ്റെ അപ്പുറത്തെ കാരണം ഞാൻ ഡൽഹി ക്യാപിറ്റലിൽ ഇത്രയും വർഷം ഇവിടെ ജേർണലിസം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ BJP വിമർശിക്കും, മോദിയെ വിമർശിക്കും, പല കാര്യങ്ങളിലും കോൺഗ്രസിനെയും വിമർശിക്കും. പക്ഷെ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് ഇസ്ലാമിക റാഡിക്കൽ ടെററിസം. അത് കൈവിട്ടു പോകും. നമുക്കാർക്കും ജീവിക്കാൻ പറ്റാത്തൊരവസരമാക്കി മാറ്റും. ശബ്ദിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് ജനാധിപത്യം ഇല്ല. അതിനകത്ത് പബ്ലിക് വോയിസ് ഇല്ല. ഒറ്റ വോയിസേ ഉള്ളൂ. ആ വോയിസ് മതപരമായ വോയിസാണ്. അതാണ് കേരളത്തിലെ പല സ്കൂളുകളിലും. നമ്മൾ സെക്കുലറായിട്ട് ജീവിക്കുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. ആ സ്കൂളിൽ ഇത് വേണം, ഈ സ്കൂളിൽ അത് വേണം, ആ സ്കൂളിൻ്റെ അവിടെ അവർക്ക്
പ്രാർത്ഥിക്കാൻ, നമാസിന് പ്രത്യേക സംഭവം വേണം, അത് വേണം, ഇതൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂ. പക്ഷെ ഇതുണ്ടാകാൻ പോകുന്ന പൊട്ടൻഷ്യൽ ത്രെട്ട് ആലോചിച്ചോണം. നിങ്ങളുടെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളും ഇവർ വന്ന് വോട്ട് ചോദിക്കും, നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമി SDP നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ കാര്യം എന്താണ്? അത് ചോദിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജനാധിപത്യം അന്ധമായിട്ട് വിശ്വസിച്ച് അതിനെ നശിപ്പിക്കുക ചെയ്യുന്നത്. അതാണ് തയ്യാറെടുക്കേണ്ടത്. അല്ലാതെ തോന്നുന്നിടത്ത് പോയിട്ട് നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്നവരാണ്, അതിൻ്റെ പല ഐഡിയോളജി ആ ഐഡിയോളജി എന്നൊക്കെ മാറിപ്പോയിട്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിൽ പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്ന, ഇന്ത്യയും ലോകത്തെ നശിപ്പിക്കാൻ കുരുതി കൊടുക്കാൻ നടക്കുന്ന തീവ്രവാദികളുടെ കൂടെ സപ്പോർട്ട് ചെയ്യരുത് ഒരു കാരണവശാലും. എനിക്ക് ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയാൻ, നാളെ പറഞ്ഞ് മറ്റന്നാൾ മാറ്റാൻ ഒറ്റ നിലപാടേ ഉള്ളൂ ഈ കാര്യത്തിൽ. ബാക്കി എന്ത് നമുക്ക് സഹിക്കാം, പക്ഷേ തീവ്രവാദികളെ നമുക്ക് സഹിക്കാം. അത് ഇന്ത്യയിലല്ല, ലോകത്തെല്ലായിടത്തും പോകുന്ന മലയാളികൾക്കെല്ലാം ഇതൊരു ത്രെട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പല ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇതിനെ ബാൻ ചെയ്തിരിക്കുന്നത്. അതതിൻ്റെ കാര്യം. എന്തുകൊണ്ടാണ് വഹാബിസം, സലഫിസം സൗദി അറേബ്യയിൽ നിന്ന് ഓടിച്ചത്, UAE നിന്ന് ഓടിച്ച മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ഓടിക്കുന്നത്? കാരണം അത് ആ കമ്മ്യൂണിറ്റി, ആ ഹ്യൂമാനിറ്റിക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതിനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ള ചില മുസ്ലിം ഫ്രിഞ്ച് കമ്മ്യൂണിറ്റി. അവർക്ക് മീഡിയയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അതിൻ്റെ പേരിൽ അവർ അടിച്ചുവിടുന്ന ഓരോ കഥകളും നരേറ്റീവ്സും ചരിത്രവും മനസ്സിലാക്കുക, എന്നെ നിന്നെ നശിപ്പിക്കും. അവർക്ക് വോട്ട് ചെയ്യണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കണം. അപ്പോഴ് തിരിച്ചിപ്പുറത്ത് ഹൈന്ദവ ഭീകരത പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാം ഒരു ഇന്ത്യക്കാരാണ്. ഈ പറയുന്ന ആ രീതിയോ അതിനെയൊക്കെ നമുക്ക് ജനാധിപത്യമായ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹാരമുണ്ട്. ഇസ്ലാമിക ടെററിസം, അതായത് റാഡിക്കൽ ഇസ്ലാം, അതുമായിട്ട് ഒരു ചർച്ചയ്ക്കും ലോകത്തെവിടെയും സക്സസ് ആയിട്ടില്ല, ലോകത്തെവിടെയും. അപ്പൊ അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വരുന്ന കോൺഗ്രസ് നേതാക്കളോട് തിരിച്ചു ചോദിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഞാനത് ക്രൈസ്തവരോട് കൂടെയാണ് പറയുന്നത്. നിങ്ങളോട് മണിപ്പൂർ ഇഷ്യൂവും ഛത്തീസ്ഗഡ് ഇഷ്യൂവും നോർത്ത് ഇന്ത്യയിലെ ഇഷ്യൂ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കണം. ഇത് ചോദിക്കാൻ മറക്കരുത്. കാരണം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ ഇന്ത്യയിലെ പല ഭാഗത്തും ഇത്രയും ബ്ലാസ്റ്റും ഒക്കെ കൺട്രോൾ ചെയ്ത് BJP സെൻട്രൽ അധികാരത്തിൽ ഇരുന്നതിൻ്റെ പേരിലാണ്. ക്രൈസ്തവ പള്ളികൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, പാസ്റ്റർമാരെയും അതേപോലെ കന്യാസ്ത്രീകളൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഈ അറ്റാക്ക് ചെയ്തത് അതിൻ്റെ പേരിൽ അത് സപ്രസ് ആവത്തൊന്നുമില്ല, അത് വീണ്ടും വളരത്തേ ഉള്ളൂ. അത് അവർ കാണിക്കുന്ന ബ്ലണ്ടറാണ്. പിന്നീട് അവർക്കത് മനസ്സിലാകും. അവർക്കിന്നത് മനസ്സിലാകാൻ തുടങ്ങി. കാരണം എത്രമാത്രം ഒരു ഫോഴ്സ്ഫുള്ളി അതിനെ തകർക്കാൻ ശ്രമിക്കുക, അത് 2 ഇരട്ടി 100 ഇരട്ടിയായിട്ട് മുന്നോട്ട് വരികയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നിൽക്കുക. കാരണം പഞ്ചാബിൽ ഉണ്ടായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. തീവ്രവാദികൾ, സിഖ് തീവ്രവാദികളും അതേപോലെ എത്രയോ പേര് പ്രശ്നം. എന്നിട്ടും എല്ലാം ഉണ്ടായി, ഒന്നും ഉണ്ടായില്ല. ആന്ധ്രയിലുണ്ടായി. ഇത് ആന്ധ്രയിലൂടെ ഇപ്പോൾ ഒരു ഇഷ്യൂ ഇല്ല. തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു, എവിടെ പോയി? ഒന്നുമില്ല. അതേപോലെ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ കണ്ടോണം, വെരി സൂൺ ഈ പറയുന്ന ബജറാങ്കളൊക്കെ വാലും ചുരുട്ടി ഓടും. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് അതിനൊന്നും സ്ഥാനമില്ല. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്, വലിയൊരു മഹത്തായ രാജ്യമാണ് നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് നമുക്ക് തന്നത്. അപ്പം അതിനകത്ത് മതതീവ്രവാദികളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവരുത്. തയ്യാറായാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ആലോചിച്ചോണം, നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തെ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസ് നേതാക്കളോടും കോൺഗ്രസ്സുകാരോടും ഇലക്ഷനിൽ ചോദിക്കേണ്ട ചോദ്യം, ഈ പറയുന്ന ജമാഅത്തി SDP-ക്കാരനെ ബാക്ക്ഡോർ എൻട്രി കൂടെ കൊണ്ടുവരാൻ വേണ്ടി മുസ്ലിം ലീഗ് ശ്രമിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്ന രീതിയിലായിരിക്കണം പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടത്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയോടും ഹിന്ദു കമ്മ്യൂണിറ്റിയോടും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടും എൻ്റെ അപേക്ഷയാണിത്.
അല്ലാതെ BJP ശക്തമാകണം കേരളത്തിൽ. ആയേ മതിയാവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൻ്റെ റൈറ്റിൻ്റെ വൃത്തികെട്ട ഗെയിം കുറച്ചങ്ങ് നീക്കും, പ്രീണനം അങ്ങ് നീക്കും. അവർ റിയാലിറ്റിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും. KM ഷാജി പറഞ്ഞ പോലെ, അതായത് ഇത്രയും വർഷം വരാൻ പോകുന്ന വർഷം ഞങ്ങൾ പിടിച്ചെടുക്കും ആ പോയിന്റ് കളയാനിത്. വെറുതെ പറഞ്ഞൊന്നുമല്ല. ഇത്രയും മാത്രം കേസുകളും സാധനങ്ങളും എല്ലാം തിരിച്ചു പിടിക്കണം. ഉദ്ദേശ ലക്ഷ്യമാണ്. അത് നടത്തി കൊടുക്കുവാൻ കേരളത്തിലെ വോട്ടർമാർ തയ്യാറാവരുത്. തയ്യാറായാൽ നിങ്ങൾ കൊടുക്കുന്നത് വലിയ വിലയായിരിക്കും.